നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 16 ഭാരത് ലൈവ് ഒരു വാർത്ത ചെയ്തിരുന്നു. ആറ്റുകാൽ പൊങ്കാലയെ കുളമാക്കാൻ CPM ശ്രമിക്കും എന്നതായിരുന്നു ആ വാർത്ത. ആ വാർത്ത ഏതാണ്ട് ശരിയായി തന്നെ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണത്തിന് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിടത്ത് പലയിടത്തും ആദ്യം മുതൽ വെള്ളം പതിയെ കുറയ്ക്കാൻ തുടങ്ങി. ഇത് അറിഞ്ഞു തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയോട് അടുക്കുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കേരളത്തിലെ സർക്കാർ എത്തുമെന്ന് നമുക്ക് മനസ്സിലായത്. വാട്ടർ അതോറിറ്റിയിൽ വളരെ കൃത്യമായി അതിനുള്ള നിർദ്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന സൂചന. കാരണം CPMന് ഏറ്റവും വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതാണ്. BJPക്ക് പറയാനുള്ള ഏക നേട്ടവും ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിച്ചത് മാത്രവുമായിരുന്നു. 6% വോട്ട് കുറഞ്ഞെങ്കിലും തിരുവനന്തപുരം നഗരസഭ പിടിച്ചത് വലിയ വിജയമായി കൊണ്ടാടാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം കേന്ദ്ര നേതൃത്വത്തെ അത് ധരിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളും BJPക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ നന്നായി ഭരിച്ചാൽ, അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ പലയിടവും പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന പേടി CPMനുണ്ട്. CPMന്റെ ഉന്നതരെല്ലാം അങ്കലാപ്പിലുമാണ്. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഒരു വഴിയിലൂടെ, ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു വഴിയിലൂടെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം, രാജേഷിന്റെ ഭരണ മികവ്, വളരെ കുറച്ച് ദിവസമാണെങ്കിലും രാജേഷ് നന്നായി പെർഫോം ചെയ്യുന്നു എന്ന ഭരണ മികവ്, തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാളേറെ വിജയം കൈവരിച്ചു എന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തെ മേയർ എന്ന രീതിയിൽ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാളായി മാറാൻ VV രാജേഷിന് കഴിയുകയും ചെയ്തു. വളരെ പക്വമായ പ്രതികരണങ്ങളിലൂടെ, വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ രാജേഷ് അത് തെളിയിക്കുകയും ചെയ്തതോടെ CPM അങ്കലാപ്പിലായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, മേയർ ഊട്ടി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമുണ്ടായ വിവാദം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ക്ലീനിങ് നടത്തി എന്ന് പറഞ്ഞു, ക്ലീനിങ് തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങി നൽകി എന്ന് പറഞ്ഞുമൊക്കെ വലിയ തുക എഴുതിയെടുത്തു. അതാണ് ആദ്യമുണ്ടായ അഴിമതി. തീർച്ചയായും അതുകൊണ്ട് തന്നെ അത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് തന്നെ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആറ്റുകാൽ പൊങ്കാല കൊളമാണെന്ന് വരുത്തി ചേർത്ത് CPM ആയിരുന്നു ഭേദമെന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു. വെള്ളം, ശുചീകരണം, അതുപോലെ തന്നെ ഡ്രെയിനേജ് സംവിധാനം, ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി, തീയ്, ഫയർ, ഇതിൻ്റെയൊക്കെ ഫലപ്രദമായി ഇവയൊക്കെ നിയന്ത്രിക്കാൻ കഴിയണം. ഇതൊക്കെ വളരെ ഫലപ്രദമായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. അതിനിടയിലാണ് പുതിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നത്. ഒരു ഡോക്ടർ ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ചു, ഡോക്ടർക്കെതിരെ കേസെടുത്തു. ഉടൻ തന്നെ ഡോക്ടർമാരെല്ലാം കൂടി ഇറങ്ങി. ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഡോക്ടർമാരെല്ലാം കൂടി OP ബഹിഷ്കരിക്കും. ഇപ്പോൾ OP ബഹിഷ്കരിക്കുന്നതിന് കാരണം മറ്റൊന്നാണ് പറയുന്നത്. ഡോക്ടർമാരെല്ലാം കൂടി സമരത്തിന് ഇറങ്ങുന്നു എന്നുകൂടി വരുന്നു. ഏതായാലും ആറ്റുകാൽ പൊങ്കാല കുളമാക്കാനുള്ള എല്ലാ മാർഗങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴാണ് ആകട്ടെ ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ OP ബഹിഷ്കരണം, സമരം ഒക്കെ തുടങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഇന്നലെ നടത്തിയ ചർച്ചയും പരാജയമാണ്. കാരണം ആ ചർച്ച വിജയമാകാൻ ആരോഗ്യമന്ത്രി സമ്മതിക്കില്ല. ആശാ വർക്കർമാരോട് ചെയ്തതുപോലെ തന്നെ ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ മിണ്ടില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേ ഈ ഡോക്ടർമാർക്കും ഇത്തരം സമരങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെയൊക്കെ പണിമുടക്കിയാലും ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിലും അതിന് മുൻപും പിൻപുമുള്ള ദിവസങ്ങളിലും പണി മുടക്കരുത്. കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് നമുക്കറിയാം. ഡോക്ടർമാരെ സംബന്ധിച്ച് ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടെ എത്തിക്സ് ഉണ്ടാകണം. ഒരു സർക്കാരിനും വേണ്ടി അത്തരത്തിലുള്ള നിലപാടിലേക്ക് ഡോക്ടർമാർ പോകരുത്. ആതുര സേവന രംഗത്ത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഡോക്ടർമാർ തീർച്ചയായും ആറ്റുകാൽ പൊങ്കാല സമയത്ത് അത്തരം ഒരു നിലപാടിലേക്ക് പോകരുത്. അതിനുശേഷം നിങ്ങൾക്ക് സമരം നടത്താനുള്ള സമയമുണ്ട്, സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അത് പാടില്ല എന്നാണ് പറയാനുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധ്യാപന OPയും അധ്യാപന ബഹിഷ്കരണവും അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും ഒക്കെ നിർത്തിവെച്ചു. ഇതോടെ ശസ്ത്രക്രിയക്കായി കാത്തിരിക്കുന്നവരുടെ പ്രശ്നങ്ങളും അവതാളത്തിലാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. OP അധ്യാപക ബഹിഷ്കരണം മാറ്റിവെച്ചിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു.
അടിയന്തരമായ ശസ്ത്രക്രിയകളല്ല ഡോക്ടർമാരൊന്നും തന്നെ ചെയ്യുന്നില്ല. ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് പണമില്ല എന്നാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിന് എന്നാണ്. CPM-ന്റെ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് കടമെടുത്ത് മുടിയുകയാണ്. എന്നാൽ ആരോഗ്യമന്ത്രിക്ക് കണ്ണാടി വാങ്ങാനോ ആരോഗ്യമന്ത്രിയുടെ യാത്രകൾക്കോ ആരോഗ്യമന്ത്രിക്ക് വാഹനം മാറ്റി വാങ്ങാനോ കേരളത്തിലെ മറ്റൊരു മന്ത്രിമാർക്ക് മാറ്റി വാങ്ങാനോ അതുപോലെ തന്നെ കോടികൾ ചെലവഴിച്ച് അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ CPM നടത്തിയ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടി നടത്താനോ ഒന്നും തന്നെ ഇവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ OP-യിലെത്തുന്നവർ വലയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PG വിദ്യാർത്ഥികളാണ് ഇപ്പോൾ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരുടെ സമരം കാരണം വിദ്യാർത്ഥികളുടെ പഠനവും പാതി മുടങ്ങിയ അവസ്ഥയിലാണ്. നിലവിൽ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU അടക്കമുള്ളവ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഫെബ്രുവരി 26 മുതൽ പരീക്ഷാ ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു കാര്യവും ആരോഗ്യമന്ത്രി എടുക്കില്ല. അതായത് പറ്റുന്ന വഴിയിലൂടെയൊക്കെ ഏതൊക്കെ രീതിയിൽ പണിയാമോ ആ വഴികളിലൂടെയൊക്കെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവതാളത്തിലാണെന്നും അതിനുശേഷം തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടത്തുന്നതിനെ പ്രതിരോധത്തിലാക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിലവിൽ വെള്ളം പല സ്ഥലങ്ങളിലും ഇല്ലാത്ത അവസ്ഥയാണ്. ഏതായാലും ആറ്റുകാൽ പൊങ്കാല അടുക്കുന്നതേ ഉള്ളൂ. ഇനിയൊരു 8 ദിവസം കൂടിയുണ്ട്. പക്ഷേ 8 ദിവസത്തിന് മുമ്പ് തന്നെ, ഏതാണ്ട് 3-4 ദിവസം മുമ്പ് തന്നെ, ഞാൻ ഈ 16-ാം തീയതി വാർത്ത ചെയ്യുമ്പോൾ അന്നു മുതൽ തന്നെ വെള്ളം പതിയെ മുടക്കി തുടങ്ങിയ കാഴ്ച കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യാൻ തുടങ്ങിയത്. എനിക്കത് ബോധ്യം വന്നതുമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്തയിലേക്ക് ആദ്യം തന്നെ പോയത്. ഏതായാലും ആറ്റുകാൽ പൊങ്കാല ഏറ്റവും നന്നായി നടത്താനുള്ള വഴികൾ BJP സ്വീകരിക്കണം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നറിയാം. ഏതൊക്കെ സാധ്യമായ വഴികളിലൂടെ സമരമെങ്കിൽ സമരം, ഏത് രീതിയിലാണോ സാധ്യമായ വഴികളിലൂടെ അതിനുള്ള മാർഗം തിരയേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിർവഹിക്കുക തന്നെ വേണം. കാരണം ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളമില്ലാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ആരോഗ്യരംഗം, ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ നിന്ന് പറയുന്നത് കേട്ടു, തിരുവനന്തപുരം നഗരം ചീഞ്ഞു നാറുകയാണെന്നൊക്കെ. കഴിഞ്ഞ 60 വർഷമായി നാറിയതിനപ്പുറത്തേക്ക് ഇനിയൊന്നും തിരുവനന്തപുരം നഗരത്ത് നാറാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് വലിയ വ്യത്യാസമൊന്നും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം നഗരം ചീഞ്ഞു നാറുന്നു, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ CPM നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. എന്ത് സംഭവിക്കാവുന്ന സമയം. ഏറ്റവും ജാഗ്രതയോടെ BJP മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആറ്റുകാൽ പൊങ്കാല വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനുഷ്യർ വരുന്ന ഈ സ്ഥലത്ത് ചെറിയ ഒരു കൈപ്പിഴവ് പോലും അല്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നം പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി പോലീസിനെ അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ പഴുതടച്ചുകൊണ്ട് തന്നെയായിരിക്കണം തീർച്ചയായും ആറ്റുകാൽ പൊങ്കാല നടത്തേണ്ടത്. ആറ്റുകാൽ പൊങ്കാല ഏറ്റവും ഫലപ്രദമായി നടത്തേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിന്റെ മന്ത്രിസഭ കൂടിയാണ് എന്ന ബോധ്യം തീർച്ചയായും ജനങ്ങൾക്കും ഉണ്ടാവണം. തീർച്ചയായും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ അതിനുള്ള സാധ്യതകൾ, കേരളത്തിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ, ശുചീകരണം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലോ ആൻഡ് ഓർഡർ, ആശുപത്രി, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പൊതുജനാരോഗ്യം, ഇങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. കോർപ്പറേഷന് മാത്രമായി അത്തരമൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ല. കാരണം വാട്ടർ അതോറിറ്റി, ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ജലവിതരണം മുടങ്ങിയാലും ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഡോക്ടർമാർ സമരത്തിലായാലും ഒക്കെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ അതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്തിരിയാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് തന്നെയായിരിക്കും. ഏതായാലും ആറ്റുകാൽ പൊങ്കാലയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ തീർച്ചയായും ഉണർന്നു പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സേവാഭാരതി BJPക്ക് ഭരണമില്ലെങ്കിലും മറ്റ് എന്തു തന്നെ ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്.
അത് കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കമുണ്ടായ കാലത്ത് നമ്മൾ കണ്ടതാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ. ഏതായാലും ഈ പ്രാവശ്യവും സേവാഭാരതി ഉണർന്നു തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും സംസ്ഥാന സർക്കാർ ഇടപെടേണ്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ സേവാഭാരതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ കേരളത്തിൽ ഡോക്ടർമാർ പണിമുടക്കിലാണെങ്കിൽ പറ്റുമെങ്കിൽ എയിംസിൽ നിന്നോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം സ്വീകരിച്ചുകൊണ്ട് തന്നെ, അതിനുമൊക്കെ എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിലെ നഗരസഭയ്ക്കോ കോർപ്പറേഷനോ മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനു പോലും ഉള്ള ശ്രമങ്ങൾ കേരളത്തിലെ BJP-യുടെ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും ഒക്കെ അതിനുള്ള സാധ്യതകൾ പോലും ആരായണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.